ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോതമ്പ് ഹൽവയാണ്. ഇതിൻ്റെ പ്രത്യേകത വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണിത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. ആദ്യമേ തന്നെ ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ നെയ്യ് തേച്ച് അതൊന്ന് മാറ്റി വയ്ക്കണം. നെയ്യ് തേച്ചതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി ഈ പാത്രം സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 250 ml കപ്പിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം കൂടി എടുക്കാൻ ശ്രദ്ധിക്കുക. 1 കപ്പ് ഗോതമ്പ് മാവിന് 4 കപ്പ് വെള്ളമാണ് നമ്മൾക്ക് വേണ്ടത്. ഞാനിപ്പം ഇവിടെ 1.5 കപ്പ് മാവ് എടുത്തതുകൊണ്ട് 6 കപ്പ് വെള്ളം വേണ്ടി വരും. ആദ്യമേ തന്നെ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടിത് കട്ടയില്ലാതെ നല്ല പോലെ കലക്കിയെടുക്കുക. ഒരു വിസ്ക് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടയില്ലാതെ നമ്മൾക്ക് കിട്ടും. ഇപ്പോൾ ഇതാ മാവെല്ലാം നല്ല പോലെ കലക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾക്കിനി ഇതിനകത്തോട്ട് 3 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതും കൂടെ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ സാധാരണ ഗോതമ്പ് ഹൽവ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ ചപ്പാത്തി മാവിൻ്റെ പോലെ കുഴച്ച് വെച്ച് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനൊക്കെ വെക്കണം. കുറേ സമയമെടുക്കുന്ന പ്രോസസ്സാണ്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ മാവെല്ലാം ഞാനിവിടെ നല്ല പോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് 3-4 പ്രാവശ്യം അരിച്ചെടുക്കണം. ആദ്യമേ തന്നെ വലിയ അരിപ്പയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാൻ പറ്റും. 3-4 പ്രാവശ്യം ഇതേപോലെ അരിക്കുക. നമ്മൾ എത്രയും കൂടുതൽ അരിക്കുന്നോ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ക്ലിയർ ആയിട്ടുമുള്ള ഹൽവയായിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. ഓരോ പ്രാവശ്യം അരിച്ചതിന് ശേഷം അരിപ്പയിൽ വന്നത് കളഞ്ഞ് നമ്മൾക്ക് കഴുകിയിട്ട് വീണ്ടും അതേപോലെ തന്നെ അരിച്ചെടുക്കാം. ഞാനിപ്പം ഇവിടെ വലിയ അരിപ്പയിൽ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഒന്നുകൂടെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുക. ആദ്യമേ തന്നെ ചെറിയ അരിപ്പയിൽ കൂടെ അരിച്ചു കഴിഞ്ഞാൽ ഇത് വീഴാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് വലിയ അരിപ്പയിൽ കൂടെ അരിച്ചതിന് ശേഷം ചെറിയ അരിപ്പയിൽ അരിച്ചത്. എല്ലാം അരിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് ശർക്കരയാണ്. നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് പൊടിച്ച ശർക്കര എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ 4 വലിയ അച്ച് ശർക്കര എടുത്താലും മതി. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഉരുക്കാനായിട്ട് വെക്കാം. ശർക്കര അച്ചാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. അങ്ങനെ പൊടിക്കുകയാണെങ്കിൽ 1.5 കപ്പ് അളന്നിട്ട് എടുത്താൽ മതി. ശർക്കരയെല്ലാം തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഹൽവ ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ശർക്കര നേരെ അരിച്ചൊഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ചുവട് കട്ടിയുള്ള ഒരു ഉരുളിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്ക് ഉപയോഗിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഉരുളി വെച്ച് കൊടുത്തത്. നോൺ സ്റ്റിക്കിൽ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ പാത്രത്തിൽ നിന്ന് ഇത് പെട്ടെന്ന് തന്നെ ഇളകി വരും. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടുകയും ചെയ്യും. ഏത് സ്റ്റേജിലാണ് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾക്ക് വെക്കാം. ഞാനിപ്പം ഇവിടെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ അവിടെ ഗോതമ്പ് മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിസ്ക് വെച്ചിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരെ ഒഴിക്കാം. ഇനി ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി അരിച്ചിട്ടാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പം ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ കൈ വിടാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതാ ഇതിവിടെ കുറേശ്ശെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തെല്ലാം ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. 1/4 കപ്പ് നെയ്യ് എന്തായാലും വേണ്ടി വരും. അതെല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് നമ്മൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഓരോ ടീസ്പൂണായിട്ട് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതിവിടെ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ സൈഡിൽ നിന്നൊക്കെ കുറേശ്ശെ ഈ സമയത്ത് വിട്ട് വരാൻ തുടങ്ങും. ഇതിപ്പോൾ ഉരുളി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇതിരിക്കുന്നത്. ഈ സമയത്ത് 1 ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കുക. നെയ്യ് ഇതിനകത്തേക്ക് നല്ല പോലെ മിക്സ് ആകുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. നെയ്യ് സൈഡിൽ മെൽട്ടായിട്ടിരിക്കുന്ന പോലെയൊന്നും കാണരുത്. അതുകൊണ്ടാണ് നല്ല പോലെ ഇളക്കി കൊടുക്കാൻ പറയുന്നത്. അപ്പോഴാണ് ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നെയ്യിൻ്റെയൊക്കെ നല്ല ഫ്ലേവറും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതിവിടെ ഒന്നുകൂടെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിവിടെ കുറച്ച് നട്ട്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നെയ്യിൽ വറുത്ത നട്ട്സൊന്നുമല്ല, സാധാരണ നട്ട്സ് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന നട്ട്സും ഏലക്കാപ്പൊടിയെല്ലാം ഓപ്ഷണലാണ്. അത് നമ്മൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഗോതമ്പ് പൊടിയും ശർക്കരയും നെയ്യും മാത്രമാണ് നമ്മൾക്കിത് ഉണ്ടാക്കാനായിട്ട് ശരിക്കും വേണ്ടത്. ഇപ്പോൾ ഇതായത് ഇവിടെ ഒന്നും കൂടെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. 1/4 കപ്പ് നെയ്യ് ഏതാണ്ട് തീർന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ആക്കുമ്പോൾ അടിഭാഗം നമ്മൾക്ക് കാണാൻ പറ്റണം. അതാണ് ഇതിൻ്റെ കണക്ക്. ഈ ഒരു സമയത്ത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു.
ഇനി നമ്മൾ നേരത്തെ നെയ്യ് തടവിയിട്ട് അവിടെ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്തേക്ക് ഇത് നേരെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹൽവ നമ്മൾക്ക് കിട്ടുക. ഇപ്പം ഞാനിവിടെ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഹൽവ കട്ടിയാകാൻ നിൽക്കാതെ തന്നെ ഇതിന്ന് നമ്മൾക്ക് കുറച്ചെടുത്തിട്ട് വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയും കൂടിയാണിത്. ഇനി ഈ ഹൽവയിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. അതിനുശേഷം ഇത് സെറ്റ് ആവാനായിട്ട് 2-3 മണിക്കൂർ മാറ്റി വയ്ക്കുക. ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. പുറത്തിരുന്നിട്ട് തന്നെ ഇത് സെറ്റ് ആയിക്കോളും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ലെവലാക്കണമെന്നുണ്ടെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ നെയ്യ് തേച്ചിട്ട് ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇപ്പം നമ്മളുടെ ഹൽവ ഇവിടെ നല്ല കറക്റ്റ് ലെവലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായി തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹൽവയെല്ലാം നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റ് മുകളിൽ വെച്ചതിന് ശേഷം ഈ ഹൽവയുടെ പാത്രം നമ്മൾക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ പാത്രത്തിൽ നല്ലപോലെ നെയ്യൊക്കെ തടവിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഹൽവയെല്ലാം കറക്റ്റായിട്ട് തന്നെ വീണോളും. ഇപ്പോൾ ഇതോടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. വായിലിട്ടാൽ ശരിക്കും അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഹൽവയാണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഒരുപാട് സമയമെടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ ഹൽവയെല്ലാം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്